എക്സലിൽ ഡേറ്റ എൻട്രി ചെയ്യുമ്പോൾ നമ്മൾക്ക് ഒരുപാട് സമയം ലാഭിച്ചു തരുന്ന അതുപോലെ തന്നെ തെറ്റുകൾ ഒഴിവാക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു ടൂളാണ് ഡേറ്റ വാലിഡേഷൻ അഥവാ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ്. പലതരത്തിലുള്ള ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റുകൾ, അതായത് സെർച്ചബിൾ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ്, ഡിപ്പെൻഡൻറ്റ് ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ്, ഇങ്ങനെ പലതരത്തിലുള്ള ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റുകൾ എക്സൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നതിനെക്കുറിച്ച് ഇതിനു മുമ്പ് പല വീഡിയോസിലായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇനി ഒരു വേർഡ് ഡോക്യുമെൻറ്റിൽ, അതായത് മൈക്രോസോഫ്റ്റ് വേർഡ് ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഡോക്യുമെൻറ്റിൽ ഒരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് എങ്ങനെ ഇൻസേർട്ട് ചെയ്യാമെന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക. മാത്രമല്ല ഡേറ്റ് അഥവാ തീയതി വളരെ പെട്ടെന്ന് ഇൻസേർട്ട് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഡേറ്റ് പിക്കർ കാലണ്ടർ കൂടെ ഇതിൻ്റെ കൂടെ നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. മൈക്രോസോഫ്റ്റ് വേർഡ് ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്ത ഒരു സിമ്പിൾ ആപ്ലിക്കേഷൻ ഫോമാണ് കാണുന്നത്. 4 വാല്യൂസ് ആണ് ഈ ഫോം ഉപയോഗിക്കുന്ന ആൾക്ക് ഈ ടേബിളിൽ ഫില്ല് ചെയ്യേണ്ടി വരിക. പേര്, ക്വാളിഫിക്കേഷൻ, പൊസിഷൻ അപ്ലൈഡ് ഫോർ, പ്രിഫേർഡ് ഡേറ്റ് ഓഫ് ജോയിനിങ്. ആദ്യം പേര് എൻ്റർ ചെയ്യുന്നു. അടുത്തത് ക്വാളിഫിക്കേഷൻ. ക്വാളിഫിക്കേഷൻ്റെ സ്പേസിൽ ഇഷ്ടമുള്ള രീതിയിൽ ഡേറ്റ എൻ്റർ ചെയ്യാനുള്ള ഫ്രീഡം യൂസറിന് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കാത്ത തരത്തിലുള്ള ഡേറ്റ ഇത് ഉപയോഗിക്കുന്ന ആൾ ഇവിടെ ടൈപ്പ് ചെയ്യുന്നു വരാം. ഉദാഹരണത്തിന് ബിടെക് ആണ് ക്വാളിഫിക്കേഷൻ എന്ന് വിചാരിക്കുക. പല രീതിയിൽ ബിടെക് എന്ന് നമുക്ക് ടൈപ്പ് ചെയ്യാം. ബി ഡോട്ട് ക്യാപിറ്റൽ ടി ECH എല്ലാ അക്ഷരങ്ങളും വലിയ അക്ഷരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ബിടെക് എന്ന് ടൈപ്പ് ചെയ്യുന്നു. ബി ഡോട്ട് ഉപയോഗിക്കാതെ ടെക്, ബി ഡോട്ട് സ്മോൾ ടി ECH. ഇങ്ങനെ പല രീതിയിൽ ഈ ഫോം ഉപയോഗിക്കുന്ന ആൾ ഇവിടെ ബിടെക് എന്ന് ടൈപ്പ് ചെയ്തെന്ന് വരാം. എന്നാൽ ഇത്തരം സാഹചര്യങ്ങൾ ഒരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് അഥവാ ഒരു ഡ്രോപ്പ് ഡൗൺ മെനു ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അതെങ്ങനെ നോക്കാം. നമുക്കിഷ്ടമുള്ള വാല്യൂസ് മാത്രം ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് അഥവാ ഒരു ഡ്രോപ്പ് ഡൗൺ മെനു ഈ സെല്ലിൽ ഇൻസേർട്ട് ചെയ്യാനായിട്ട് ആദ്യം ഇവിടെയുള്ള ഡേറ്റ ഡിലീറ്റ് ചെയ്യുന്നു. ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൻ്റെ കൺട്രോൾ ഉള്ളത് ഡെവലപ്പർ ടാബിലാണ്. ഡെവലപ്പർ ടാബ് വേർഡ് റിബണിലേക്ക് ആഡ് ചെയ്യാനായിട്ട് ഇവിടെയുള്ള ഏതെങ്കിലും ഒരു ടാബിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. കസ്റ്റമൈസ് ദ റിബൺ. വേർഡ് ഓപ്ഷൻസ് എന്ന ഡയലോഗ് ബോക്സിൽ കസ്റ്റമൈസ് റിബൺ. ഇവിടെ റൈറ്റ് സൈഡിൽ ഡെവലപ്പർ എന്ന ലേബലിന് നേരെയുള്ള ഈ ചെക്ക് ബോക്സ് മാർക്ക് ചെയ്യുക. ഓക്കെ. നോക്കുക, വേർഡ് റിബണിലേക്ക് ഡെവലപ്പർ ടാബ് വന്നാൽ കാണാം. ഡെവലപ്പർ ടാബിൽ പോവുക. ഡെവലപ്പർ ടാബിൽ കൺട്രോൾസ് എന്ന ഗ്രൂപ്പിൽ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് കണ്ടൻറ് കൺട്രോൾ ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നതിന് മുന്നായിട്ട് നമുക്ക് ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് എവിടെയാണോ വേണ്ടത് അവിടെയാണ് കേഴ്സർ ഉള്ളതെന്ന് ഉറപ്പ് വരുത്തുക. ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് കണ്ടൻറ് കൺട്രോൾ നോക്കുക, ഈ സെല്ലിലേക്ക് ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൻ്റെ കൺട്രോൾ വന്നാൽ കാണാം. ഇപ്പോൾ ഈ ഡ്രോപ്പ് ഡൗൺ മെനുവിൽ ഓപ്ഷൻസ് ഒന്നുമില്ല. ഈ ഡ്രോപ്പ് ഡൗൺ മെനുവിലേക്ക് ഐറ്റംസ് ആഡ് ചെയ്യാനായിട്ട് പ്രോപ്പർട്ടീസ്, ആഡ് ബിടെക്. ഓക്കെ. അടുത്ത ഐറ്റം ആഡ് ചെയ്യാനായിട്ട് ആഡ് ബികോം. ഓക്കെ. വീണ്ടും ആഡ് MBA. ഓക്കെ. ഓക്കെ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇനി ഈ ആരോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആഡ് ചെയ്ത 3 ഐറ്റംസും ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന കാണാം. ബിടെക്, ബികോം, MBA. അടുത്ത സെല്ലിൽ മറ്റൊരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. അതിനുവേണ്ടി ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് കണ്ടൻറ് കൺട്രോൾ, പ്രോപ്പർട്ടീസ്, ആഡ് എഞ്ചിനീയർ. ഓക്കെ. ആഡ് HR മാനേജർ. അക്കൗണ്ടൻറ്റ്. ഓക്കെ. ഇനി ആവശ്യമെങ്കിൽ ഈ ഐറ്റംസിൻ്റെ ഓർഡർ നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. അക്കൗണ്ടൻ്റ് എന്ന ഓപ്ഷൻ ഏറ്റവും മുകളിൽ കൊണ്ടുവരാനായിട്ട് അക്കൗണ്ടൻ്റ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. മൂവ് അപ്പ്. എഞ്ചിനീയർ എന്ന ഓപ്ഷൻ താഴേക്ക് മൂവ് ചെയ്യാനായിട്ട് മൂവ് ഡൗൺ. ഏതെങ്കിലും ഒരു ഓപ്ഷൻ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ആ ഓപ്ഷൻ സെലക്ട് ചെയ്യുക, റിമൂവ്. ഓക്കെ. ഇനി വളരെ പെട്ടെന്ന് തീയതി എൻ്റർ ചെയ്യാൻ സഹായിക്കുന്ന അഥവാ ഡേറ്റ് എൻ്റർ ചെയ്യാൻ സഹായിക്കുന്ന ഡേറ്റ് പിക്കർ ഈ സെല്ലിലേക്ക് എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത് നോക്കാം. ഈ സെല്ലിൽ ക്ലിക്ക് ചെയ്യുന്നു. ഡേറ്റ് പിക്കർ കണ്ടൻറ് കൺട്രോൾ ഈ ആരോയിൽ ക്ലിക്ക് ചെയ്യുക. നോക്കുക, ഇവിടെ ഒരു കാലണ്ടർ വന്നാൽ കാണാം. 2022 ജൂൺ മാസത്തെ കാലണ്ടറാണ് ഈ കാണുന്നത്. ജൂലൈ മാസം 14. നോക്കുക, 14/7/2022. ഇനി കറൻറ്റ് ഡേറ്റ് അഥവാ ഇന്നത്തെ തീയതിയാണ് എൻ്റർ ചെയ്യേണ്ടതെങ്കിൽ ടുഡേ. കഴിഞ്ഞില്ല. നമ്മൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡേറ്റിനെ ഡിസ്പ്ലേ ചെയ്യാനുള്ള ഓപ്ഷനും ഈ കൺട്രോളിലുണ്ട്.
അതിനുവേണ്ടി പ്രോപ്പർട്ടീസ് നോക്കുക, ഈ കാണുന്ന ഏതൊരു ഫോമാറ്റിൽ വേണമെങ്കിലും ഡേറ്റ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യാൻ സാധിക്കും. ഈ രണ്ടാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. ഓക്കെ, ഡേ, ഡേറ്റ്, മന്ത്, ഇയർ എന്നീ ഫോമാറ്റിൽ തീയതി ഡിസ്പ്ലേ ചെയ്യപ്പെട്ടത് കാണാം. ഒരു വേർഡ് ഡോക്യുമെൻറ്റിൽ ഒരു സിമ്പിൾ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നാണ് നമ്മളിവിടെ കണ്ടത്. എക്സലിലെ പോലെ തന്നെ ഡിപ്പെൻഡൻറ്റ് ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റുകളും വേർഡിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ആ ടെക്നിക്കിനെ കുറിച്ച് പിന്നീട് ഒരു വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. മറ്റൊരു ഓഫീസ് പ്രൊഡക്ടിവിറ്റി പോയിന്റ് വീണ്ടും കാണുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് വിഷ് യു എ ഗ്രേറ്റ് ഡേ.